ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പഠിച്ചിരുന്നു. അതിലൊരു ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ അനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റിൽ മാറ്റമുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ നടത്തിയിരിക്കുകയാണ്. ആരൊക്കെ തമ്മിലുള്ള റിയാക്ഷനാണ്? മഗ്നീഷ്യം റിബൺ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ഈ കോണിക്കൽ ഫ്ലാസ്കിൽ മഗ്നീഷ്യം റിബൺ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ടേക്കൺ. ഓക്കെ, നമുക്കറിയാം മഗ്നീഷ്യം റിബണും ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, H2 ഗ്യാസ് ഉണ്ടാവും. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സിറിഞ്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സിറിഞ്ചിനെ ഗ്ലാസ് ട്യൂബ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ട്? ഈ കോണിക്കൽ ഫ്ലാസ്കുമായിട്ട്. കോണിക്കൽ ഫ്ലാസ്കിന് ഒരു റബ്ബർ കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലുണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് പോവാതെ നേരെ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ സിറിഞ്ചിലേക്ക് എത്താൻ വേണ്ടി. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ഇതിലുണ്ടാകുന്ന ഹൈഡ്രജൻ്റെ എമൗണ്ട് വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, എന്നാൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ഹൈഡ്രജൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു, റിയാക്ഷൻ്റെ വേഗത കൂടുന്നു. വെൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ അതായത് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിന് കേട്ടിട്ടുണ്ട്. ലോ ഓഫ് മാസ് ആക്ഷൻ ഒരു ജനറൽ റിയാക്ഷൻ പറയാം. A+B ഗീവ്സ് പ്രോഡക്ട്സ്. A+B ഗീവ്സ് പ്രോഡക്ട്സ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇതിലെ റിയാക്ടൻസ് ആരൊക്കെയാണ്? എയും ബിയും. എയുടെ കോൺസെൻട്രേഷൻ കൂടിയാലും ബിയുടെ കോൺസെൻട്രേഷൻ കൂടിയാലും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. എന്ന് പറഞ്ഞാൽ rate of the reaction is proportional to concentration of A and concentration of B. Okay, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. Rate of the reaction is directly proportional to concentration of A into concentration of B. അതായത് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻസിൻ്റെ ഗാഢതകളുടെ ഗുണനത്തിന് നേരനുപാതത്തിലായിരിക്കും റിയാക്ഷൻ്റെ വേഗത. ഓക്കെ, ഗാഢത കൂടുതലാണെങ്കിൽ റിയാക്ഷൻ്റെ വേഗത കൂടുതലായിരിക്കും, ഗാഢത കുറവാണെങ്കിൽ റിയാക്ഷൻ്റെ വേഗത കുറവായിരിക്കും. Rate of the reaction is proportional to the product of concentration of reactants. That is law of mass action. Okay. ഇനി വേറൊരു ജനറൽ റിയാക്ഷൻ, കോഎഫിഷ്യന്റുകൾ വരുന്ന റിയാക്ഷൻ. AA plus BB gives CC plus GD. ഇവിടെ റിയാക്ടൻസ് ആരൊക്കെയാണ്? എയും ബിയും അല്ലേ? അപ്പൊ ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിരിക്കും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ ഈ ഇക്വേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ A മോൾ A ആണുള്ളത്, അതുപോലെ B മോൾ B ആണുള്ളത്. ഈ കോഎഫിഷ്യന്റുകൾ അതായത് ഈ സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്നത് അതാണ് കോഎഫിഷ്യൻസ്. അത് കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ ആക്കി എഴുതണം. ഓക്കെ, ഇതുപോലെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അങ്ങനെ ആദ്യം പറയാം. റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു B റേസ് ടു B. ഓക്കെ, ഇനി പ്രൊപ്പോർഷൻ മാറ്റിയിട്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ K ആണ് കോൺസ്റ്റന്റ്, റേറ്റ് കോൺസ്റ്റന്റ്. Therefore, rate of the reaction equal K into, equal ആക്കാൻ വേണ്ടിയിട്ടാണ് K into ചെയ്തത്. K into concentration of A raised to A into B raised to B. K is known as a rate constant. Okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റേറ്റ് ലോ എന്താണെന്നാണ്. റേറ്റ് ലോ ഇപ്പം നമ്മൾ പഠിച്ചത് ലോ ഓഫ് മാസ് ആക്ഷൻ. ഇനി എന്താണ് റേറ്റ് ലോ? ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. CHCl3 പ്ലസ് Cl2 gives CCl4 പ്ലസ് HCl. ഓക്കെ, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ എഴുതുന്ന റേറ്റ് ഇക്വേഷൻ കണ്ടിട്ട് എഴുതുന്നത് റേറ്റ് ഈക്വൽ K ഇൻറ്റു ഇത് ഇൻറ്റു ഇത് അല്ലേ? ഒരു CHCl3 ഒരു Cl2 ആണ് ഉള്ളത്. അതുകൊണ്ട് CHCl3 റേസ് ടു 1 ആണ് എഴുതുന്നത്, നിർബന്ധമൊന്നുമില്ല. അതുപോലെ Cl2 റേസ് ടു 1. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റ്. ഓക്കെ, എന്നാൽ എക്സ്പെരിമെന്റൽ എങ്ങനെയാണ് നോക്കാം. ഇതേ റിയാക്ഷൻ തന്നെ എക്സ്പെരിമെന്റൽ പരീക്ഷണ വഴി എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അതിന്റെ റേറ്റ് എങ്ങനെയാണ് നോക്കാം. റേറ്റ് ഈക്വൽ K ഇൻറ്റു CHCl3 ഇൻറ്റു Cl2 റേസ് ടു ഹാഫ്. നോക്കൂ, ഇവിടെ ഒരു Cl2 ഉണ്ടെങ്കിലും ആ ഒരു Cl2 റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല.
ഹാഫ് ആണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്പെരിമെന്റൽ റേറ്റ്, ഈ റിയാക്ഷന്റെ എക്സ്പെരിമെന്റൽ റേറ്റ് എന്ന് പറയുന്നത് K × CH(Cl3) × Cl2⁻½ ആണ്. ഓക്കെ, അതാണ് റേറ്റ് ലോയും അതുപോലെ ലോ ഓഫ് മാസ് ആക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ ഇക്വേഷൻ നോക്കിയിട്ട് ജസ്റ്റ് എഴുതുന്നതാണ്. അതാണ് ഈ എഴുതിയത്. അത് തെറ്റാണ്, അത് ശരിയല്ല. ഓക്കെ, എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. റേറ്റ് ലോ എഴുതുന്നത് എക്സ്പെരിമെന്റിലാണ്. എക്സ്പെരിമെന്റൽ കിട്ടുന്ന വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് റേറ്റ് എഴുതുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് റേറ്റ് ലോ. Experimental relationship between rate and concentration of reactants are called rate law or rate expression or rate equation. Okay, ഇനി വേറെ ഇക്വേഷൻ CH3CO C2H5. ഇതൊരു എസ്റ്റർ ആണ്. അതിന് ഹൈഡ്രോളിസ് നടത്താണ്, വാട്ടർ ചേർത്തിട്ട്. ഹൈഡ്രോളിസ് നടന്ന CH3COH and C2H5 acid and alcohol is produced. Ester on hydrolysis we will get acid and alcohol. ഓക്കെ, ഈ റിയാക്ഷന്റെ എക്സ്പെക്റ്റഡ് റേറ്റ് എങ്ങനെ വരിക? ഇത് ഇൻറ്റു ഇത് അല്ലേ, R is equal rate equal K × CH3CO C2H5 × H2O. ഓക്കെ, ഇതിന്റെ പവറും വേണ്ടാണ്, ഇതിന്റെ പവറും വേണ്ടാണ്. ഓക്കെ, എന്നാൽ ഇതിന്റെ എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. R = rate equal K × CH3CO C2H5. അതിന്റെ പവർ 1, എന്നാൽ H2ന്റെ പവർ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. ഈ എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതാണ് അതിന്റെ റേറ്റ് എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതാണ് ഇതിന്റെ റേറ്റ് ലോ, റേറ്റ് എക്സ്പ്രഷൻ, റേറ്റ് ഇക്വേഷൻ. ഇത് ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരമുള്ള റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് എക്സ്പെരിമെന്റലി അല്ല, ഇത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ്. അതുപോലെ വേറെ റിയാക്ഷൻ 2NO + O2 gives 2NO2. അതിന്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഈക്വൽ K × NO2². ഇത് നോക്കിയിട്ട് NO2² × O2. ഓക്കെ, എന്നാൽ അതിന്റെ എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ് എന്താ നോക്കാം. റേറ്റ് ഈക്വൽ K × NO² × O2. ഇതന്നെ രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരമുള്ള റേറ്റ് തന്നെയാണ് എക്സ്പെരിമെന്റൽ, അതായത് റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് റേറ്റ് ലോ? ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞിരുന്നു വാട്ട് ഈസ് റേറ്റ് ലോ. ഓക്കെ, ഇറ്റ് ഈസ് ദ എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അങ്ങനെയെങ്കിൽ ഈ റിയാക്ഷന്റെ റേറ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A⁻x × B⁻y. ഇതാണ് റേറ്റ് ലോ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A and B. അതിന്റെ പവേഴ്സ് എന്താ വന്നിരിക്കുന്നത്? എയുടെ പവർ X, ബിയുടെ പവർ എന്താണ്? Y. അപ്പൊ ഈ എക്സും വൈ എന്താണ്? ഈ എക്സും വൈയും എന്ന് പറയുന്നത് ചിലപ്പോൾ എയും ബിയും തന്നെ ആവാം. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു A and B. ദാറ്റ് ഈസ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് വാല്യൂസ്. എക്സും വൈയും എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് വാല്യൂസ് ആണ്. ചിലപ്പോൾ അത് എന്ത് തന്നെ ആവാം? എയും ബിയും തന്നെ ആവാം. എക്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ. അതുപോലെ വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ബി. എക്സ് എ ആവുകയോ ഈ സ്മോൾ എ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ വൈ സ്മോൾ ബി ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എക്സ്പെരിമെന്റ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു A⁻x × കോൺസെൻട്രേഷൻ ഓഫ് B⁻y. ഇനി പ്രൊപ്പോർഷണൽ ആക്കിയിട്ട് ഈക്വൽ ആക്കാൻ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് K. റേറ്റ് ഈക്വൽ K × കോൺസെൻട്രേഷൻ ഓഫ് A⁻x × B⁻y. ഓക്കെ, ഈ റേറ്റ് എന്ന് പറയുന്നത് -dr/dt ആണ്. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പഠിച്ചു. റിയാക്ടന്റിന്റെ മൈനസ് ആണ്. അപ്പൊ -dr/dt ഈക്വൽ K A⁻x × B⁻y എന്നും എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് റേറ്റ് ലോ. ഇനി അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡെഫിനിഷന്റെ മുന്നേ 1-2 ഇക്വേഷൻസ് നോക്കി നമുക്ക് അതിലേക്ക് പോവാം. 2a + b gives പ്രോഡക്ട്സ്. ഇതിന്റെ റേറ്റ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റേറ്റ് ലോ ഇതാണെന്ന് കരുതുക. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A² × B⁻1 ഇതാണെന്ന് കരുതുക. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ് മീൻ? ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഈ എയുടെ സെക്കൻഡ് പവറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അതിൽ ബിയുടെ ഫസ്റ്റ് പവറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് പവർ ഓഫ് എ ആൻഡ് ഫസ്റ്റ് പവർ ഓഫ് ബി. അതാണ് സെക്കൻഡ് പവർ ഓഫ് എ ആൻഡ് ഫസ്റ്റ് പവർ ഓഫ് ബി. അതുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഈ എയുടെ സ്ഥാനത്ത് 2a എന്ന് കൊടുത്താൽ ഇതിന് എന്ത് സംഭവിക്കും? ഈ റേറ്റിന് എന്ത് സംഭവിക്കും?
അതായത് ഈ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ 2a എന്ന് എഴുതണം. 2a എന്ന് പറഞ്ഞാൽ 2യുടെ സ്ക്വയർ അല്ലേ? ഇപ്പൊ 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പൊ ദിസ് റിയാക്ഷൻ ഇൻക്രീസസ് 4 ടൈംസ്. ഈ റിയാക്ഷൻ 4 മടങ്ങായിട്ട് വർദ്ധിക്കും. ഓക്കെ, അതായത് ആദ്യത്തെ റേറ്റ് a² b1 ആണെങ്കിൽ റേറ്റ് 2, രണ്ടാമത്തെ റേറ്റ് എന്ന് പറയുന്നത് ഈ എയുടെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ 2a² b⁻1 എന്നായി മാറി അല്ലേ? 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പൊ പുതിയ റേറ്റ് എത്ര? റേറ്റ് സെക്കൻഡ് റേറ്റ് എത്ര? 4 2² 4 കോൺസെൻട്രേഷൻ ഓഫ് a² into b1 അല്ലേ? b⁻1. ഓക്കെ, എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് 4 ടൈംസ് ദർ റേറ്റ് ഓഫ് ദ റേറ്റ് 1. ഈ റേറ്റിനേക്കാൾ 4 ടൈംസ് കൂടുതലാണ് റേറ്റ് 2. ഓക്കെ, വേറൊരു റിയാക്ഷൻ 3a gives പ്രോഡക്ട്സ്. ഇനി അതിന്റെ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a³ എന്നാണെന്ന് കരുതുക. കോൺസെൻട്രേഷൻ ഓഫ് a³ ആണെങ്കിൽ. ഓക്കെ, ഈ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ എന്താണ് സംഭവിക്കുക? റിയാക്ഷൻ റേറ്റിന് എയുടെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 2ന്റെ ക്യൂബ് എത്ര വരിക? 2 into 2 into 2 എത്ര? 8 അല്ലേ? ദിസ് റിയാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്. ഓക്കെ, കണ്ടോ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റേറ്റിന്റെ 8 ടൈംസ് ആയിരിക്കും ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതാണ് റേറ്റ് ലോ or rate expression or rate equation. Rate law is the experimentally determined relationship between the rate of a reaction and the concentration of the reactants. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും റിയാക്ഷൻ റേറ്റും തമ്മിലുള്ള എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് റിലേഷൻഷിപ്പ് ആണ്, പരീക്ഷണത്താൽ തീരുമാനിക്കപ്പെട്ട ബന്ധമാണ് റേറ്റ് ലോ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈമാണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതായത് കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ? ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അത് താഴെയാണ് കിടക്കുന്നത്. അത് ബൈയുടെ മുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് എന്നായി മാറും. Therefore the unit of rate is mole liter inverse second inverse. Thanks for watching.